അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ സേമിയ വെച്ചിട്ടുള്ള ഒരു പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന് നോക്കാം. ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നെയ്യായാലും കുഴപ്പമില്ല, നമുക്ക് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനാണ്. 500 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. അതൊന്ന് പാനിലിട്ടിട്ട് ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവാള, വലിയ സവാളയാണ്, ഒരു സവാള ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഉടഞ്ഞു പോകരുത്, ഒന്ന് വാടി കിട്ടിയാൽ മതി. നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും പൊടികളാണ് എടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അടച്ച് വെച്ചിട്ട് വെള്ളം ഒന്ന് തിളക്കുന്നത് വരെ നമുക്ക് വയ്ക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഒട്ടി പിടിക്കുകയൊന്നുമില്ല. നമ്മൾ നെയ്യിൽ റോസ്റ്റ് ചെയ്ത്, ഓയിലിൽ റോസ്റ്റ് ചെയ്ത് വെച്ച കാരണം സേമിയ ഒട്ടി പിടിക്കുന്നില്ല. നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒരു 4 കോഴിമുട്ട നമ്മൾ പൊട്ടിച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച പാടെ കുത്തി ഇളക്കി കൊടുക്കരുത്. നമുക്ക് നല്ല പൊടികളായിട്ടല്ല വേണ്ടത്. മെല്ലെ മെല്ലെ ഇളക്കിയിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ടൊന്ന് മുട്ട വേവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി മുട്ടയൊക്കെ വെന്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ മുട്ടയുടെ കഷ്ണങ്ങൾ നമുക്കിതിലിങ്ങനെ കിട്ടണം. കുത്തിയിളക്കി കൊടുത്താൽ ഒത്തിരി പൊടിഞ്ഞു പോകും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അരിഞ്ഞു വെച്ച കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. നമ്മൾ പുലാവ് റെഡി ആയിട്ടുണ്ട്. സേമിയ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല
അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.